പരാജയത്തെപ്പറ്റി ചിന്തിച്ച് പരിതപിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും മുന്നേറാനുള്ള കരുത്ത് നൽകുകയില്ല. പരാജയങ്ങളെ പഠിക്കുകയും അതിന്റെ പ്രയോജനങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് ജീവിതത്തിൽ വിജയം നേടുന്നത്. 1. പരാജയങ്ങളെ വിശകലനം ചെയ്യാം. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളോ പ്രയോജനങ്ങളോ നമ്മളിൽ ബഹുഭൂരിപക്ഷത്തിനും അറിഞ്ഞുകൂടാ എന്നത് ഉറപ്പാണ്. അത് മൊബൈൽ ഫോണിന്റെയോ അത് നിർമ്മിച്ച കമ്പനിയുടെയോ സമ്മാനിച്ച ആളുടെയോ കുറ്റമല്ല. അതുപോലെ പരാജയങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ആ പ്രയോജനങ്ങൾ തിരിച്ചറിയാതെ പരാജയങ്ങളെയോ മൊബൈൽ ഫോൺ പരാജയങ്ങൾക്ക് നിമിത്തമായെന്ന് നിങ്ങൾ പറയുന്ന ദൈവത്തെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ കുറ്റം പറയുന്നത് യുക്തിപരമല്ല. കിട്ടിയ മൊബൈൽ ഫോണിന്റെ മുഴുവൻ പ്രയോജനങ്ങളും പഠിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. സംഭവിച്ച പരാജയങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ പ്രയോജനങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം: പരാജയം എന്ന മനോഹരമായ മൊബൈൽ ഫോണിൽ വളരുന്ന മാനസികാവസ്ഥ, ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന സിം കാർഡ് ഇട്ട് ലോകത്തോട് സമ്മതിക്കൂ. ലോകം നിങ്ങളെ ആരാധനയോടുകൂടി കാണും. എന്റെ കാഴ്ചപ്പാടിലും അനുഭവത്തിലും പരാജയങ്ങൾക്കുള്ള പ്രയോജനങ്ങളെ വിശകലനം ചെയ്ത് താഴെ അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ പരാജയങ്ങൾക്കും താഴെ പറയുന്ന പ്രയോജനങ്ങൾ കണ്ടേക്കാം. അവ ഉപയോഗപ്പെടുത്തുകയും ഉയരുകയും ചെയ്യാം. 1. പരാജയങ്ങൾ നമ്മുടെ സുഖവലയം, കംഫർട്ട് സോൺ ഭേദിക്കുന്നു. പൊതുവെ വിജയങ്ങളെല്ലാം സന്തോഷം പ്രദാനം ചെയ്യുന്നു. സന്തോഷം അബോധപൂർവമായ അലസത, അൺകോൺഷ്യസ് ലേസിനെസ് സമ്മാനിക്കുന്നു. അബോധപൂർവമായ അലസത സുഖവലയം, കംഫർട്ട് സോൺ സൃഷ്ടിക്കുന്നു. എല്ലാ സുഖവലയങ്ങളും ഫലം കുറയ്ക്കുന്നു. സ്വാഭാവികമായി പരാജയത്തിൽ അവസാനിക്കുന്നു. ഇങ്ങനെയാണ് വിജയികൾ പരാജിതരാകുന്നത്. ഒന്നുകൂടി വിശദീകരിക്കാം. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ വിജയിച്ചു എന്ന് കരുതുക. ആ വിജയം നിങ്ങൾക്ക് സന്തോഷം തരുന്നു. പക്ഷേ ആ സന്തോഷം നിങ്ങൾ പോലും അറിയാതെ അബോധപൂർവമായ ഒരു അലസത സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു വിൽപ്പനക്കാരനാണെങ്കിൽ എന്നാണോ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയത് അതിന്റെ പിറ്റേ ദിവസം കൂടുതൽ സമയം വിനോദത്തിനായി മാറ്റിവെച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ഒരു കായിക താരമാണെങ്കിൽ എന്നാണോ ഏറ്റവും മികച്ച പ്രകടനം റെക്കോർഡ് കാഴ്ചവെച്ചത് അതിന്റെ പിറ്റേ ദിവസം സ്ഥിരം പരിശീലനം വേണ്ടെന്ന് വെച്ച് കൂടുതൽ സമയം ഉറങ്ങിയോ ആഘോഷിച്ചോ ചെലവഴിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് 1-2 മെഡൽ നേട്ടങ്ങൾക്ക് ശേഷം പല ഇന്ത്യൻ കായിക താരങ്ങളുടെയും വിലാസം പോലും കാണാതെ പോകുന്നത്. ഈ അബോധപൂർവമായ അലസതയാണ് സുഖവലയം സൃഷ്ടിക്കുന്നത്. പൊതുവെ വിജയങ്ങളും അംഗീകാരങ്ങളും പ്രശസ്തികളും സുഖവലയങ്ങൾ സൃഷ്ടിക്കുവാൻ പ്രാപ്തമായ സ്രോതസ്സുകളാണ്. അതുകൊണ്ട് വിജയങ്ങളും അംഗീകാരങ്ങളും പ്രശസ്തിയും വേണ്ടെന്നല്ല വിവക്ഷ, അവയെ ബോധപൂർവം കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. സുഖവലയം ചലനമില്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. പരാജയങ്ങൾ ആ വെള്ളത്തിൽ വീഴുന്ന കല്ലുകളാണ്. ചലനമില്ലാതെ ജലനിരപ്പിൽ കല്ലുകൾ വീഴുമ്പോൾ ഓളങ്ങൾ ഉണ്ടാവും. ഓളങ്ങൾ കൂടുതൽ ഊർജ്ജം പ്രദാനം ചെയ്യുന്നു. പരാജയങ്ങളെ ഭൗതികശാസ്ത്ര ഭാഷയിൽ അവതരിപ്പിച്ചാൽ അവ സ്ഥിരോർജ്ജത്തെ സ്റ്റാറ്റിക് എനർജി, ഗതികോർജ്ജമായി കൈനറ്റിക് എനർജി മാറ്റുന്നു എന്ന് പറയാം. അവ ജീവിതത്തിൽ ചലനം സൃഷ്ടിക്കുന്നു എന്നർത്ഥം. പരാജയങ്ങൾ മൂലമുണ്ടാകുന്ന ചലനങ്ങളാണ് വിജയങ്ങൾ മൂലമുള്ള ചലനങ്ങളെക്കാൾ ഒരു വ്യക്തിയെ സ്വാധീനിക്കുക, ഉണർത്തുക. പൊതുവെ പുസ്തകങ്ങളും പരിശീലനങ്ങളും നല്ല ബന്ധങ്ങളുമാണ് നമ്മുടെ സുഖവലയത്തെക്കുറിച്ചുള്ള അവബോധം തരുന്നത്. ഈ അവബോധങ്ങൾ പലപ്പോഴും ക്ഷണികമാണ്. എന്നാൽ പരാജയങ്ങൾ കൂടുതൽ വൈകാരിക അംശമുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആഴത്തിൽ സുഖവലയങ്ങളെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കുകയും അവയെ ഒന്ന് പിടിച്ചുലയ്ക്കുകയും ചെയ്യും. ഉദാഹരണമായി 2008 സാമ്പത്തിക മാന്ദ്യം സുഖവലയത്തിൽ ആണ്ടുപോയ പല മനുഷ്യരെയും, വലിയ സ്ഥാപനങ്ങൾ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടതോർക്കുക, മാസ് ലേ ഓഫ്, സ്ഥാപനങ്ങളെയും ജനറൽ മോട്ടോഴ്സ്, AIG ഇൻഷുറൻസ്, രാജ്യങ്ങളെയും അമേരിക്ക, ദുബായ് പിടിച്ചുലച്ചത് സ്മരിക്കുക. സ്ഥിരമായ വിജയങ്ങൾ മനുഷ്യനെ ഇല്ലാതാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാറുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള അവബോധം കൂടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2. പരാജയങ്ങൾ തിരിച്ചറിവുകൾ നൽകുന്നു, ഫീഡ്ബാക്സ്. ഓരോ പരാജയവും പരാജയമല്ല, പകരം ഓരോ തിരിച്ചറിവാണ്. ഈ ആശയം വിശദീകരിക്കുവാൻ വേണ്ടി എന്റെ പരിശീലന ക്ലാസുകളിൽ പറയുന്ന ഒരു സാങ്കല്പിക സംഭവം വിശദീകരിക്കാം. ഒരു നഗരത്തിൽ ക്ലാസ് എടുക്കുവാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് സ്നേഹത്തോടെ എന്നോട് അഭ്യർത്ഥിച്ചു, ഇപ്പോൾ റൂംബോ ഇല്ലാത്തതിനാൽ താങ്കൾ സ്വയം മുറിയിലേക്ക് ചെല്ലാമോ? 4ാമത്തെ നിലയിലെ നമ്പർ 410 താങ്കളുടെ മുറി. അദ്ദേഹം 5 താക്കോലുകൾ അടങ്ങിയ ഒരു താക്കോൽ കൂട്ടം എന്റെ കയ്യിൽ തന്നു. ഞാൻ താക്കോലുകളുമായി 410 നമ്പർ മുറിയുടെ മുമ്പിലെത്തി. വാതിൽ പൂട്ടിയിരിക്കുകയായിരുന്നു. ആ താഴിന് യോജിക്കുന്നതായി എനിക്ക് തോന്നിയ ഒരു താക്കോലിട്ട് തുറക്കുവാൻ ശ്രമിച്ചു. ശ്രമം പരാജയപ്പെട്ടു. ഞാൻ ദേഷ്യത്തോടും വിഷമത്തോടും കൂടി റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്ക് ചെന്നു. ആ താഴിന് താക്കോലില്ല എന്ന് ഞാൻ പറഞ്ഞു. സൗമ്യനായ അദ്ദേഹം സ്നേഹത്തോടെ ആ താക്കോൽ കൂട്ടം എന്റെ കയ്യിൽ നിന്നും വാങ്ങി എന്നെയും കൂട്ടി 410 നമ്പർ മുറിയുടെ മുന്നിലേക്ക് എത്തി. ഞാൻ ഉപയോഗിച്ച താക്കോൽ കൊണ്ട് ആ താഴ് തുറക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. ശ്രമത്തിൽ അദ്ദേഹവും പരാജയപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. അദ്ദേഹവും എന്നെ നോക്കി ചിരിച്ചു. പക്ഷേ ആ ചിരി എനിക്ക് അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹത്തെ നോക്കി ഞാൻ ചിരിച്ചത് ആ താഴിന് താക്കോലില്ല എന്ന എന്റെ നിഗമനം ശരിയാണ് എന്ന അർത്ഥത്തിലാണ്. ആ ശ്രമത്തിൽ പരാജയപ്പെട്ട അദ്ദേഹം എന്നെ നോക്കി എന്തിന് ചിരിക്കണം എന്ന എന്റെ ചിന്തയാണ് ആ ചിരി എനിക്ക് അപ്രതീക്ഷിതമാക്കിയത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സർ, ഞാൻ ചിരിക്കുവാൻ കാരണം നമ്മളിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിച്ചു. ഈ താക്കോൽ ഈ താഴിന് പറ്റിയതല്ല. അദ്ദേഹം 2ാമത്തെ താക്കോലിട്ട് വീണ്ടും ശ്രമിച്ചു. പരാജയമായിരുന്നു ഫലം. 2ാമത്തെ താക്കോൽ ഈ താഴിന് പറ്റിയതല്ല എന്ന പാഠവും പഠിച്ചു എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് വിശദീകരിച്ചു. 3ാമത്തെ താക്കോൽ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ആ താക്കോലും ഇതിന് പറ്റിയതല്ലെന്ന പാഠവും പഠിച്ചതായി അദ്ദേഹം പറഞ്ഞു. 4ാമത്തെ താക്കോലും പരാജയപ്പെട്ടു. 4ാമത്തെ പാഠവും പഠിച്ചു. പക്ഷേ 5ാമത്തെ താക്കോലിലൂടെ വാതിൽ തുറന്ന് അകത്തു കയറി. വാതിൽ അടച്ചതിന് ശേഷം അദ്ദേഹം എയർ കണ്ടീഷണർ പ്രവർത്തിപ്പിച്ചു. 3 മിനിറ്റ് നേരം ഞാൻ മുറിയിൽ ഇരുന്നോട്ടെ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. അദ്ദേഹം എന്റെ മുന്നിൽ ഒരു ധ്യാനിയെ പോലെ കണ്ണുകൾ അടച്ച് മൗനമായിരുന്നു. ഞാൻ മൗനമായിരുന്ന് അദ്ദേഹത്തെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. 3 മിനിറ്റിന് ശേഷം അദ്ദേഹം കണ്ണുകൾ തുറന്ന് എന്നോട് ചോദിച്ചു, സർ, ഇപ്പോൾ മുറിയിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, പുറത്തെല്ലാം നല്ല ചൂടാണ്. മുറിയിൽ ഇപ്പോൾ തണുപ്പുള്ളത് മൂലം നല്ല സുഖം തോന്നുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ചോദിച്ചു. നമ്മൾ നേരത്തെ 4ാമത്തെ താക്കോൽ ഉപയോഗിച്ച ശേഷം ആ ശ്രമം ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ സുഖം അനുഭവിക്കാൻ പറ്റുമായിരുന്നോ? എന്നിട്ട് അദ്ദേഹം ജീവിതത്തിലെ ഏറ്റവും വലിയ തത്വം ലളിതമായി വിശദീകരിച്ചു. എത്ര താക്കോലിട്ട് ശ്രമിച്ചു എന്നതല്ല സർ കാര്യം, താഴെ തുറക്കുന്നതുവരെ താക്കോലിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതാണ് വിജയം. ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ പഠിക്കേണ്ട 2 ജീവിത പാഠങ്ങൾ എന്ന ആമുഖത്തോടുകൂടി ആ പാഠങ്ങൾ വിശദീകരിച്ചു. 1. എല്ലാ താഴുകൾക്കും താക്കോലുണ്ട് എന്നത് സത്യമാണ്. പൂട്ടിക്കിടക്കുന്ന താഴിന് നമ്മുടെ കയ്യിൽ താക്കോലില്ല എന്നതുകൊണ്ട്
ആ പൂട്ടിന് താക്കോലേ ഇല്ല എന്ന് പറയുന്നത് ബാലിശമാണ്. താക്കോൽ ഇവിടെയുണ്ട്. അത് അന്വേഷിച്ച് കണ്ടെത്തലാണ് അർത്ഥമുള്ള ജീവിതം. 2. ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ നിരാശ ഉണ്ടാകുന്നത് ആ ശ്രമം പാഴായിപ്പോയി എന്ന തോന്നൽ വരുന്നത് മൂലമാണ്. പരാജയപ്പെട്ട ശ്രമങ്ങൾ പാഴല്ല, പകരം പാഠങ്ങളാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് അവ നിരാശയ്ക്ക് പകരം ഊർജ്ജം തരുന്നത്. യഥാർത്ഥത്തിൽ പരാജയങ്ങൾ പരാജയങ്ങളല്ല, മറിച്ചും പാഠങ്ങളാണ്. ഇത്രയും വിശദീകരിച്ച് ഒരു ജ്ഞാനിയെപ്പോലെ അദ്ദേഹം മുറിയിൽ നിന്ന് മടങ്ങിപ്പോയി. എന്നാൽ ഒരു പാഠം കൂടി അയാളിൽ നിന്ന് ഞാൻ പഠിച്ചു. എല്ലാ അനുഭവത്തിൽ നിന്നും, എല്ലാ മനുഷ്യരിൽ നിന്നും എന്തെങ്കിലും പഠിക്കുവാനുണ്ടാകും. വൈദ്യുതി ബൾബ് കണ്ടുപിടിക്കുവാൻ വേണ്ടി 1000-ൽ കൂടുതൽ തവണ ശ്രമിച്ച് പരാജയപ്പെട്ടതിന് ശേഷം ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, ബൾബ് കണ്ടുപിടിക്കുവാനുള്ള ശ്രമത്തിൽ 1000-ൽ കൂടുതൽ തവണ പരാജയപ്പെട്ടു അല്ലേ? എഡിസൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു തവണ പോലും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. ഓരോ തവണയും ഞാൻ ഉണ്ടാക്കിയ ലോഹ സങ്കരങ്ങൾ ബൾബുണ്ടാക്കുവാൻ യോജിച്ചതല്ല എന്ന പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ എഡിസന്റെ ബൾബ് കണ്ടുപിടുത്തത്തിൽ 1000-ൽ കൂടുതൽ പാഠങ്ങളും ഒരു ബൾബും ലഭിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. എഡിസന്റെ സമീപനം ജീവിതത്തിൽ വിജയിച്ച എല്ലാവരുടെയും സമീപനമാണ്. 3. പരാജയങ്ങൾ അതിരുകടന്ന ആത്മവിശ്വാസത്തെ മിതപ്പെടുത്തും. സാധാരണ ചെറിയ വിജയങ്ങൾ പോലും നമ്മുടെ ആത്മവിശ്വാസം കൂട്ടും. തുടർച്ചയായ വിജയങ്ങളെ തുടർന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആത്മവിശ്വാസം അതിരുകൾ ഭേദിക്കാറുണ്ട്. സ്വാഭാവികമായി നമ്മുടെ ഈഗോ, നമ്മെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ വർദ്ധിക്കുന്നു. അതിരുകടന്ന ആത്മവിശ്വാസം അതിരുകടന്ന ഈഗോ ഉണ്ടാക്കുന്നു. വിജയങ്ങൾ നമ്മുടെ ഈഗോയെ വർദ്ധിപ്പിക്കുന്നുവെന്നും പരാജയങ്ങൾ നമ്മുടെ ഈഗോയെ കുറയ്ക്കുന്നുവെന്നും ഗസ്റ്റാൾഡ് മനഃശാസ്ത്രം സാക്ഷ്യപ്പെടുത്തുന്നു. തുടർച്ചയായ വിജയങ്ങൾ കൊണ്ടുണ്ടാകുന്ന അതിരുകടന്ന ഈഗോ സ്വാഭാവികമായി ബന്ധങ്ങൾ തകർക്കുകയും ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യും. ഈഗോ അതിരുവിടുമ്പോൾ പഠനം, ലേണിംഗ് നിലയ്ക്കുന്നു. എന്നു മുതൽ പഠനം നിലയ്ക്കുന്നുവോ അന്നു മുതൽ ജീവിതവും ദുരിതമാവും. ലോകത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്ന ടൈറ്റാനിക് കപ്പലിന്റെ അപകടം നമുക്ക് ഉദാഹരിക്കാം. ഏകദേശം 900 അടി നീളവും 25 നില പൊക്കവും 46,000 ടൺ ഭാരവും ഉണ്ടായിരുന്ന, അന്നുവരെ ഉണ്ടാക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ആഡംബര കപ്പൽ എന്ന് അവകാശപ്പെട്ട ടൈറ്റാനിക് 1912 ഏപ്രിൽ മാസം 14-ാം തീയതി രാത്രി 11:40 വലിയ മഞ്ഞുമലയിൽ ഐസ്ബർഗ് ഇടിച്ച് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ താഴ്ന്നിറങ്ങിയപ്പോൾ ആ ദുരന്തം ലോകത്തിന് ഒരുപാട് പാഠങ്ങൾ കൂടി സമ്മാനിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 2227 ആളുകളെയും വഹിച്ചുകൊണ്ട് 1912 ഏപ്രിൽ 10-ാം തീയതി കന്നി യാത്ര തുടങ്ങുമ്പോൾ ഒരിക്കലും മുങ്ങാത്ത കപ്പൽ അതിന്റെ യാത്ര തുടങ്ങുന്നു എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. കപ്പൽ അപകടങ്ങളിൽ വെച്ച് ഏറ്റവും ഭയങ്കരമായ, കപ്പലുകൾ തമ്മിൽ നേരിട്ടുള്ള കൂട്ടിയിടി നടന്നാൽ പോലും 2-3 ദിവസം മുങ്ങാതെ പൊങ്ങിക്കിടക്കും എന്ന് ടൈറ്റാനിക്കിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെട്ടിരുന്നു. ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ച് 3 മണിക്കൂറിനുള്ളിൽ മുങ്ങി. യാത്രക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായി കപ്പലിൽ സൂക്ഷിക്കേണ്ട സുരക്ഷാ ബോട്ടുകളുടെ ലൈഫ് ബോട്ട്സ് സ്ഥാനത്ത് വെറും 20 എണ്ണം മാത്രമാണ് ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നത്. വളരെ കുറവ് സുരക്ഷാ ബോട്ടുകൾ സൂക്ഷിച്ചതിന് ടൈറ്റാനിക് നിർമ്മാതാക്കൾ നൽകിയ വിശദീകരണം ഇതായിരുന്നു: ഒരിക്കലും മുങ്ങുവാൻ സാധ്യതയില്ലാത്തതിനാൽ അൺസിങ്കബിൾ ഷിപ്പ്. 20 ലൈഫ് ബോട്ടുകൾ പോലും അപകടത്തിൽപ്പെടുന്ന മറ്റു കപ്പലുകളിലെ യാത്രക്കാരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഉള്ളതാണ്. ഈ അതിരുകടന്ന ആത്മവിശ്വാസം കൊണ്ടായിരിക്കാം മുങ്ങുന്നതിന് മുൻപ് മറ്റു കപ്പലുകളിൽ നിന്ന് കിട്ടിയ മഞ്ഞുമലകളെക്കുറിച്ചുള്ള അപായ സൂചനകളെ അവർ അവഗണിച്ചത്. ഈ അവഗണനയ്ക്ക് അവർ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. 705 പേർ ഒഴിച്ച് മറ്റുള്ള യാത്രക്കാരെല്ലാം മരണത്തിന് കീഴടങ്ങി. പക്ഷേ ആ ദുരന്തം പിന്നീടുള്ള കപ്പൽ യാത്രകൾക്ക് വലിയ പാഠങ്ങൾ നൽകിയെന്നതാണ് സത്യം. കപ്പലിൽ ലൈഫ് ബോട്ടുകളുടെ എണ്ണത്തെക്കുറിച്ചും റേഡിയോ സിഗ്നലുകൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും കപ്പൽ നിർമ്മാണത്തിന്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ചുമുള്ള പുതിയ ചിന്തകൾക്കും വളർച്ചയ്ക്കും ആ ദുരന്തം വളമായി മാറി. അങ്ങനെ ടൈറ്റാനിക്കിന്റെ പരാജയം കപ്പൽ നിർമ്മാണത്തിൽ അതിരുകടന്ന ആത്മവിശ്വാസത്തിന് കടിഞ്ഞാണിട്ടു. പരാജയങ്ങൾ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു.